കോഴിക്കോട്ട് 3.5 കോടി രൂപയുടെ ലഹരി മരുന്ന് പിടികൂടിയ കേസിൽ നിർണായകമായ കണ്ടെത്തൽ. പ്രതിയായ ഷെഫീഖ് രാജസ്ഥാനിലേക്ക് പണം കൊണ്ടുപോയതും കാറിന്റെ ബോണറ്റിലാണ്. തമിഴ്നാട് സ്വദേശിനിയായ സ്ത്രീയുടെ അക്കൗണ്ടാണ് പിടിക്കപ്പെടാതിരിക്കാൻ ഉപയോഗിച്ചത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഫാത്തിമ നസ്രീനെ മംഗലാപുരത്തേക്ക് വിളിച്ചു വരുത്തി കാറിൽ കയറ്റുകയായിരുന്നു. ഇന്നലെ കോഴിക്കോട് ബൈപ്പാസിലെ ടോൾ പ്ലാസയിൽ വെച്ചാണ് 3.5 കോടി രൂപയുടെ ലഹരി മരുന്ന് എക്സൈസ് പിടിച്ചെടുത്തത്. സിനോജ് തോമസ് വിവരങ്ങൾ നൽകും. സിനോജ്, ഇപ്പോൾ ഈ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് ലഭ്യമാകുന്നത്? സിനോജ്. സ്മൃതി, അതായത് മലപ്പുറം സ്വദേശിയായ ഷെഫീഖ്, താമരശ്ശേരി കൈതപ്പൽ സ്വദേശിനിയായ 20 വയസ്സുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ ഫാത്തിമ നസ്രീൻ എന്നിങ്ങനെ രണ്ടുപേരെയാണ് ഇന്നലെ എക്സൈസ് സംഘം കോഴിക്കോട് ബൈപ്പാസിലെ ഒളവണ്ണ ടോൾ പ്ലാസിൽ വെച്ച് പിടികൂടുന്നത്. 3 കിലോ 312 ഗ്രാം MDMA, 56 ഗ്രാം MDMA എക്സ്റ്റസി ടാബ്ലറ്റുകളുമാണ് പിടിച്ചെടുത്തത്. അതായത് കാറിന്റെ ബോണറ്റിനകത്ത് ഒളിപ്പിച്ചു വെച്ചാണ് ലഹരി മരുന്ന് കടത്തിക്കൊണ്ടുവന്നത്. എക്സൈസ് സംഘം നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാകുന്നത് രാജസ്ഥാനിലെ അജ്മീറിൽ നിന്നാണ് ഷെഫീഖ് ലഹരി വസ്തുക്കൾ കൊണ്ടുവന്നത്. കേരളത്തിൽ നിന്ന് അവിടേക്ക് പോയതും ഇതേ കാറിലാണ്. ഈ കാർ മലപ്പുറത്ത് നിന്ന് വാടകയ്ക്ക് എടുത്ത കാറാണ്. ഈ കാറിന്റെ ബോണറ്റിനകത്ത് വെച്ച് തന്നെയാണ് പണം സൂക്ഷിച്ച് അജ്മീറിലേക്ക് കൊണ്ടുപോയത്. പണം കടത്തി അതേ രീതിയിൽ തന്നെ MDMA കടത്തിക്കൊണ്ട് വരികയായിരുന്നു. അതായത് വിവിധ പാക്കറ്റുകളാക്കി തുണിയിൽ പൊതിഞ്ഞാണ് ഈ ബോണറ്റിനകത്ത് ഈ MDMA വെച്ചിരുന്നത്. മറ്റൊരു കാര്യം, ഇതിനു മുൻപ് പല കേസുകളിൽ പ്രതിയാണ് ഈ ഷെഫീഖ് എന്ന് പറയുന്ന വ്യക്തി. മലപ്പുറത്തും വയനാട്ടിലും കേസുണ്ട്. മലപ്പുറം കാളികാവ് എക്സൈസ് എടുത്ത ലഹരി മരുന്ന് കേസിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഷെഫീഖ്. അതിനിടയിലാണ് വീണ്ടും ഒരു വലിയ 3.5 കോടി രൂപയുടെ ലഹരി കച്ചവടത്തിൽ ഇദ്ദേഹം പിടിയിലാവുകയും ചെയ്യുന്നത്. അതുമാത്രമല്ല, ഈ ലഹരി ഇടപാടിന് വേണ്ടി ഷെഫീഖ് ഉപയോഗിച്ചിരുന്നത് തമിഴ്നാട്ടിലെ ഒരു സ്ത്രീയുടെ അക്കൗണ്ടാണ്. അതായത് പോലീസോ അല്ലെങ്കിൽ എക്സൈസോ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ് തമിഴ്നാട് സ്വദേശിയുടെ അക്കൗണ്ട് ഉപയോഗിച്ചിരുന്നത്. ആ അക്കൗണ്ട് വില കൊടുത്ത് വാങ്ങിയതാണെന്നാണ് എക്സൈസ് സംശയിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എക്സൈസ് ശേഖരിക്കുന്നുണ്ട്. അതായത് ഈ ലഹരി വിൽക്കുന്നതിനും വാങ്ങുന്നതിനും വേണ്ടി പണം കൊടുത്തിരുന്നത് ഈ അക്കൗണ്ട് വഴിയാണെന്ന് എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ഷെഫീഖിന്റെ പേരുള്ള അക്കൗണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിക്കപ്പെടാനുള്ള സാധ്യതകൾ. അതുകൊണ്ടാണ് തമിഴ്നാട് സ്വദേശിയുടെ അക്കൗണ്ട് ഉപയോഗിച്ചതായി കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എക്സൈസ് വിപുലമായ അന്വേഷണം നടത്തുന്നു. എക്സൈസിന്റെ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ഈ അന്വേഷണം കൈമാറിയിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി MP രാജേഷ് തന്നെ അറിയിച്ചിരുന്നു. സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ ലഹരി വേട്ടയാണ് കോഴിക്കോട് നടന്നത്. ഈ താമരശ്ശേരി സ്വദേശിനിയായ ഫാത്തിമ നസ്രീനെ കോഴിക്കോട് നിന്ന് മംഗലാപുരത്തേക്ക് വിളിച്ചു വരുത്തിയ ശേഷമാണ് ഷെഫീഖ് കാറിൽ കയറ്റുന്നത്. കാരണം ഒരു യുവതി കൂടി കാറിൽ ഉണ്ടെങ്കിൽ പോലീസോ എക്സൈസ് പരിശോധിക്കില്ല, കുടുംബമാണെന്ന് കരുതി കാറിന് കൈനീട്ടില്ല എന്നൊരു തന്ത്രമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. പക്ഷേ കോഴിക്കോട് ബൈപ്പാസിൽ വെച്ച് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് കാർ തടഞ്ഞു നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ബോണറ്റിനകത്ത് 3.5 കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ ഒളിപ്പിച്ചതായി കണ്ടെത്തുകയും ചെയ്തത്. സ്മൃതി. ശരി, സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.